എല്ലാവർക്കും ഗുഡ് ഈവനിങ്. നമ്മൾ ഇന്നത്തെ കാർഡ് റീഡ് ചെയ്യുന്നത് നമുക്ക് ഇന്ന് നമ്മുടെ റിലേഷൻഷിപ്പിലെ കറൻറ്റ് എനർജി എങ്ങനെയുണ്ടെന്ന് നമുക്ക് നോക്കാം. ഈ കാർഡ് നിങ്ങളിലെത്തുമ്പോൾ നിങ്ങളിലുള്ള റിലേഷൻഷിപ്പിലെ കറൻറ്റ് എനർജി എങ്ങനെയാണെന്ന് നമുക്കിപ്പോൾ ഒന്ന് നോക്കാം. ഇന്നത്തെ നിങ്ങളുടെ റിലേഷൻഷിപ്പിലുള്ള കറൻറ്റ് എനർജി എടുത്തപ്പോൾ നമുക്ക് യൂണിവേഴ്സ് കാണിച്ചു തന്ന കാർഡെന്ന് പറയുന്നത് വേൾഡ് കാർഡാണ് കാണിച്ചു തന്നത്. വേൾഡ് കാർഡെന്ന് പറയുന്നത് എപ്പോഴും ഒരു പോസിറ്റീവായിട്ടുള്ളൊരു കാർഡാണ്. നമുക്ക് ഒരുപാട് സക്സസ്, ഒരുപാട് പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങളൊക്കെ കൊണ്ടുവരുന്നൊരു കാർഡാണ് വേൾഡ് കാർഡ്. നമ്മളിപ്പോൾ റിലേഷൻഷിപ്പ് റീഡിങ്ങിൽ നിങ്ങളുടെ കറൻറ്റ് എനർജി നമ്മൾ നോക്കുമ്പോൾ നമുക്ക് ഈ വേൾഡ് കാർഡ് കിട്ടിയത്, അതായത് അതുപോലെ തന്നെ റിലേഷനിൽ ഇപ്പം ഭാര്യ ഭർത്താക്കന്മാരായിരിക്കാം, അല്ലെന്നുണ്ടെങ്കിൽ എക്സ്ട്രാ മാരിറ്റൽ റിലേഷൻഷിപ്പായിരിക്കാം, അങ്ങനെ എങ്ങനെയുള്ളതായിരിക്കാം, അല്ലെങ്കിൽ ചില പ്രണയങ്ങളായിരിക്കാം, അങ്ങനെ എങ്ങനെയുള്ള ബന്ധങ്ങളിലായാൽ പോലും അവരുടെ ആ ഒരു കാർമികമായിട്ടുള്ള ഒരു സിറ്റുവേഷൻ അവസാനിച്ചിരിക്കുന്നു. കാരണം അവരതുപോലെ അനുഭവിച്ചു, അവരുടെ ആ ഒരു ബന്ധത്തിൽ അവരതുപോലെ അനുഭവിച്ചു. അപ്പോൾ അനുഭവിച്ച ആ ഒരു കാർമിക് സിറ്റുവേഷൻ അവരുടെ അവസാനിച്ചു. അതായത് മരണത്തിന് തുല്യമായ രീതിയിലുള്ള അനുഭവങ്ങളാണ് അവർക്ക് റിലേഷൻഷിപ്പിലുണ്ടായത്. അതിനെയെല്ലാം അവർ അതിജീവിച്ച് അവർ പുതിയ ഒരു തുടക്കത്തിലേക്ക് പോവുകയാണ്. മരിച്ചതിന് തുല്യമായിട്ടാണ് അവരുടെ ഒരവസ്ഥ. പക്ഷേ ഇനി അവരതിൽ നിന്നെല്ലാം ഉയർത്തെഴുന്നേറ്റ് നല്ല ഒരു സക്സസ്സിലേക്ക് അവർ പോവുകയാണ്. അതാണ് നമുക്ക് വേൾഡ് കാർഡ് കാണിച്ചു തരുന്നത്. ഇനിയിപ്പോൾ പോസിറ്റീവായിട്ടുള്ള എല്ലാ വിജയങ്ങളുണ്ടാകും, ഒരുപാട് നല്ല നല്ല കാര്യങ്ങളുണ്ടാകും, ഒരുപാട് ഉയർച്ചകളുണ്ടാകും. അങ്ങനെയൊക്കെ ചെയ്യുന്നതാണ്. ഡാൻസിങ് ലേഡിയാണ് നമുക്ക് ഈ ചിത്രത്തിൽ കാണാൻ പറ്റുന്നത്. അതാണ് വേൾഡ് കാർഡ്. നമ്മൾ ഒരു കാര്യത്തെ മാത്രം നോക്കിയിരിക്കാതെ നമുക്ക് പല പല പ്രയോറിറ്റീസ് നമ്മളിലുണ്ട്. നമ്മളപ്പോൾ നമ്മുടെ കാര്യം നോക്കി പോവുക. നമ്മുടെ ചുറ്റുപാടുമുള്ളതിനെയോ മറ്റുള്ളവർ പറയുന്നതിനെയോ ഒന്നും നമ്മൾ ശ്രദ്ധിക്കേണ്ട ആവശ്യമില്ല. നമ്മൾ നമ്മുടെ കാര്യങ്ങൾ മാത്രം നോക്കി പോവുക. നമുക്ക് ചെയ്യാനുള്ളത് ചെയ്യുക. നമുക്ക് നല്ല സ്നേഹം കൊടുക്കാൻ പറ്റുന്നത് കൊടുക്കുക. നല്ല വാക്കും നമ്മളുടെ നല്ല പ്രവൃത്തിയുമായിരിക്കണം നമുക്കെപ്പോഴും കൂട്ടിനായിട്ടുള്ളത്, അല്ലെങ്കിൽ നമുക്കുണ്ടായിരിക്കേണ്ടത്. അത് മാത്രം നമ്മൾ ചെയ്യുക. നമ്മളല്ലാതെ മറ്റുള്ളവർ എന്ത് പറയും എന്ന് വിചാരിച്ചുകൊണ്ട് നമ്മളുടെ കാര്യങ്ങളൊന്നും ചെയ്യാതെ നമ്മൾ മറ്റുള്ളവർക്ക് വേണ്ടി ജീവിക്കരുത്. നമുക്ക് വേണ്ടി മാത്രം നമ്മൾ ജീവിക്കുക. അങ്ങനെയാണ് നമ്മളുടെ വേൾഡ് കാർഡ് പറയുന്നത്. റിലേഷൻഷിപ്പിലാണെങ്കിൽ അതുപോലെ മരണത്തിന് തുല്യമായ ജീവിതമാണ് അവർ ഇതുവരെയും നയിച്ചത്. ഈ വേൾഡ് കാർഡ് എന്ന് പറയുന്നത് 21ാമത്തെ കാർഡാണ്. അപ്പം 21 20 വരെയുള്ള നമ്മളുടെ ആ ഒരു കാർമിക് സൈക്കിൾ അവസാനിച്ചാണ് അവർ അടുത്ത ഒരു പിറവി എടുക്കുന്നത്. അപ്പോൾ അതുപോലെ തന്നെ അവരുടെ റിലേഷൻഷിപ്പിൽ അവർക്ക് വേദനകളും ബുദ്ധിമുട്ടുകളും അതുപോലെ ഉണ്ടായിട്ടുണ്ട്, വിഷമങ്ങളും ഉണ്ടായിട്ടുണ്ട്. അതിനെയെല്ലാം അവർ അതിജീവിച്ചു. അതായത് ഒരു മരണത്തിൽ നിന്നാണ് അവരെന്ത് ചെയ്തേക്കുന്നത്, ഉയർത്തെഴുന്നേക്കുന്നത്. അപ്പം ഇനി അവർക്ക് ഒരിക്കലും പിന്നോട്ട് പോകാനോ അല്ലെങ്കിൽ തോൽക്കാനോ മനസ്സില്ല. അപ്പോൾ അവർ വിജയിക്കും. വിജയത്തിൻ്റെ കാർഡ് കൂടിയാണ് ഈ വേൾഡ് കാർഡ് എന്ന് പറയുന്നത്. യൂണിവേഴ്സിൻ്റെ ഒരുപാട് അനുഗ്രഹമുള്ള കാർഡ് കൂടിയാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും നിങ്ങൾക്ക് ഇതുവരെ ഉണ്ടായ നിങ്ങളുടെ റിലേഷനിലുണ്ടായ ബുദ്ധിമുട്ടുകളും വിഷമങ്ങളും എല്ലാം മറന്ന് പുതിയൊരു ജീവിതത്തിന് വേണ്ടി നിങ്ങളെല്ലാവരും തുടക്കമിടുക. പുതിയ കാര്യങ്ങൾ ചെയ്യുക. നിങ്ങളുടെ ജീവിതത്തിന് നല്ല ഉയർച്ചയുണ്ടാവും, നല്ല വിജയം ഉണ്ടാവും. നിങ്ങളുടെ റിലേഷൻഷിപ്പ് നല്ല സക്സസ്സായിട്ട് മുന്നോട്ട് പോകും എന്നുള്ളതാണ് നമുക്ക് ഈ കാർഡ് കാണിച്ചു തരുന്നത്. ഓക്കെ, താങ്ക് യു.